വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കണ്ണൂരിൽ നിന്ന് വയനാട്ടിലോട്ട് പോവാണ്. പാൽച്ചുരം വഴിയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് തിരിക്കുവാണ്. 3 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇവിടെ ഞങ്ങൾ ശ്രീകണ്ഠാപുരം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്, ഹോട്ടൽ സമുദ്രയിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് വയനാട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി സമയം ഒരു 12 മണി ആയിട്ടുണ്ട്. 12 മണിക്കാണ് ഞങ്ങൾക്ക് ചെക്കൗട്ട് പറഞ്ഞിരുന്നത്. ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾ കറക്റ്റായിട്ട് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ സീസണൊക്കെ ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരു വൈബൊക്കെ ഉണ്ട്. ഇവിടെ ഹോട്ടലിലായിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. നേരെ വയനാട്ടിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം കണ്ണൂർ ടു വയനാട് എത്ര സമയത്തിനുള്ളിൽ എത്തും എന്നുള്ളത്. ഇപ്പോൾ 12:30 ആയി. കറക്റ്റ് 12:31 ആയിട്ടുണ്ട്. അപ്പോൾ എത്ര മണിക്കാണ് ഞങ്ങൾ വയനാട് എത്തുന്നതെന്ന് നമുക്ക് ഹൈസൻ കാർഡ് കൊടുക്ക് ഗൈസ്. അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് പഴശ്ശി ഡാം. അപ്പോൾ ഞാൻ വളരെയധികം വാശി പിടിച്ച് അങ്ങോട്ടും കൂടി പോകണമെന്ന് പറഞ്ഞിട്ട് ജോ വീണ്ടും തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പഴശ്ശി ഡാം കൂടി ചെറുതായിട്ടൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ പഴശ്ശി ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വലിയ സംഭവമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജോ എന്നെ വഴക്ക് പറഞ്ഞ് ഡാമിൻ്റെ അടുത്തെത്തി. നോക്കാം നമുക്ക് എന്തൊക്കെയാണുള്ളത് ഇവിടെ. ഈ വെൽക്കം ടു പഴശ്ശി ഡാം ഒന്നും കാണാൻ കൂടി പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പഴശ്ശി ഡാമിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇരിക്കൂർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്തിനിടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മട്ടന്നൂരിനടുത്താണ്, മട്ടന്നൂരിനടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല വ്യൂ ഒക്കെയാണ്, എന്നാലും വലിയൊരു ഗുമ്പൊന്നും ഇല്ല. കൊള്ളാം, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് കുയിലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കുയിലൂർ അണക്കെട്ടും എന്നുകൂടി പറയാറുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ഈ പഴശ്ശി ഡാം പണി കഴിപ്പിച്ചത് കാർഷിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ജലം എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ ഇതൊരു വൻ പരാജയമായിരുന്നു. ഇപ്പോൾ ഇത് കുടിവെള്ളം ശേഖരിക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും മാത്രമായിട്ടാണ് ഈ ഡാം യൂസ് ചെയ്യുന്നത്. ഇതിനും ഹാപ്പി ആയിട്ടുണ്ട്. ഹൈസൻ ആദ്യമായിട്ടാണ് ഒരു ഡാം കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഫേസിലില്ല. എവിടെയോ ഒരു വെള്ളത്തിൽ കൊണ്ടുവിട്ട പോലെ ഉണ്ട്. അവന് താഴെ ഇറങ്ങിയാൽ മതി. എവിടെ പോയാലും ഫുഡാണല്ലോ മുഖ്യം. അതുകൊണ്ട് ഞങ്ങളിതേ ഒരു ചെറിയൊരു തട്ടുകടയിലേക്ക്, കൂൾ ആൻഡ് ഹോട്ട് തട്ടുകടയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് എന്തെങ്കിലും കുടിക്കാം അല്ലെങ്കിൽ കഴിക്കാം എന്ന് വിചാരിച്ച് അത് ഇങ്ങോട്ടേക്ക് കയറിയിരിക്കുകയാണ്. ജോ ഭയങ്കര സീരിയസ് ആയിട്ട് ഒരു കുലുക്കി സർബത്തൊക്കെ കുടിക്കുകയാണ്. എവിടെ പോയാലും ഇതുപോലത്തെ ഫുഡ് മെയിനാണല്ലോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുവാണ്. അപ്പോൾ നമ്മളിപ്പോൾ മലയോര ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബോയ്സ് ടൗൺ എത്താനായിട്ട് ഒരു 22 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ഒരു 3 മണിയാകുമ്പോൾ ബോയ്സ് ടൗൺ എത്തുമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. നല്ല റോഡായിരുന്നു കേട്ടോ ഇതുവരെ വന്നത്. ഇതിപ്പോൾ ഇച്ചിരി നാരോ റോഡായി. പക്ഷേ ഇതുവരെ വന്നിരുന്ന റോഡ് നല്ല അടിപൊളി റോഡായിരുന്നു. ജോ ഭയങ്കര സീരിയസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാണ്. ഹൈസിൻ്റെ ഒരു ഉറക്കത്തിൻ്റെ പാതി ഉറക്കത്തിലാണ്. ഭയങ്കര സീരിയസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാണ്. എന്തൊക്കെയോ നല്ല നാരോ റോഡായതുകൊണ്ട് അങ്ങനെ ഡ്രൈവ് ചെയ്യാന്ന് പറയും. ഹൈസിന് ഏതാണ്ടൊക്കെയോ പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ചുങ്കക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ള കൊട്ടിയൂർ ടെമ്പിളിലേക്ക്. കൊട്ടിയൂർ ക്ഷേത്രമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ഇതായിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് ലാസ്റ്റ് ടൈം അതിൻ്റെ ഉത്സവത്തിനൊക്കെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവമൊക്കെ അത്രയും ഫേമസ് ആണ്. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ബോയ്സ് ടൗണിലേക്ക്. എന്ന് പറയുമ്പോൾ നമ്മൾ ചുരമാണ്. ഏകദേശം 10 കിലോമീറ്റർ തന്നെയാണ് ആ ചുരം വരുന്നത്. പാൽച്ചുരം എന്ന് പറയും. നമുക്ക് കണ്ണൂരിൽ നിന്ന് വയനാട് കയറാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. പക്ഷേ 10 കിലോമീറ്റർ ഉള്ളൂ എങ്കിലും കുറച്ച് നാരോ റോഡ്സ് ആണ്. കുറച്ച് റിസ്കി ആയിട്ടുള്ളൊരു റോഡാണ്. ഈ മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയ്ക്കൊരു നാരോ റോഡാണ്. കുറച്ച് ആദ്യം കുഴപ്പമുണ്ടാവില്ല. കുറേ മേളിൽ കയറുമ്പോഴേക്കും നല്ല തീരെ നാരോ റോഡാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മൾ കണ്ണൂരിലേക്ക് വരുമ്പോഴേക്കും മാക്സിമം പാൽച്ചുരം വഴിയാണ് വരുന്നത്. പിന്നെ മാക്സിമം നൈറ്റ് ട്രാവൽ ഒഴിവാക്കിയിട്ട് മാക്സിമം നമ്മൾ രാവിലെ തന്നെ ആയിരിക്കും മുകളിലോട്ടൊക്കെ ചുരം കയറുന്നത്. കാരണം നൈറ്റൊക്കെ വരുമ്പോഴേക്കും കുറച്ചുകൂടെയൊക്കെ വലിയ ഈ ലോറിയും വലിയ വണ്ടികളൊക്കെ മാക്സിമം നൈറ്റ് ടൈമൊക്കെ പോകുന്നതൊക്കെ. അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളും കൂടെ പോകുമ്പോഴേക്കും ഇടയ്ക്കിടെങ്കിൽ സ്റ്റക്ക് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോൾ കുറച്ച് ഫ്രീ ആണ്, നമുക്ക് സമാധാനത്തോടെ പോകാം. പിന്നെ അതുപോലെ മഴ ടൈമിലും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഏറ്റവും എളുപ്പം ഇതാണ്. കണ്ണൂരിൽ നിന്ന് നമുക്ക് വയനാട് പോകുന്നതായാലും വയനാട് നിന്ന് കണ്ണൂർ കയറുന്നതായാലും ഏറ്റവും ഈസി പാൽച്ചുരം, മാനന്തവാടിയിൽ നിന്ന് പാൽച്ചുരം വഴി കയറി വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു 9 കിലോമീറ്റർ കൂടെ ആയിട്ടേ ഉള്ളൂ. 9 കിലോമീറ്റർ കൂടെ ആകുമ്പോൾ നമ്മൾ ആ ചുരം കയറി ഏറ്റവും മുകളിലെത്തും.
ചുരം മുകളിൽ എത്തുമ്പോഴേക്കും നമ്മൾ വയനാട് സ്റ്റാർട്ട് ചെയ്തു, വയനാട്ടിലേക്ക് എൻട്രി ആവുകയാണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോകുമ്പോഴേക്കും മാനന്തവാടിയായി. പിന്നെ അങ്ങനെയാണ് നമ്മൾ കൽപ്പറ്റയ്ക്ക് പോകുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലത്തിന്റെ പേര് അമ്പായത്തോട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പാൽച്ചുരം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഒരു 6.5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അപ്പോൾ ജോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കണ്ണൂരിൽ നിന്ന് വയനാട് പോകാനായിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ പാൽച്ചുരം വഴിയുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം, ഇത് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ്, പിന്നെ ഇച്ചിരി നാരോ റോഡാണ്. നമ്മുടെ താമരശ്ശേരി ചുരമൊക്കെ വരുമ്പോഴത്തേനും കുറച്ചും കൂടി റോഡിന് വീതിയുണ്ട്. ഇത്രയ്ക്ക് സ്റ്റീപ്പല്ല, ചുരം ഇത്രയ്ക്ക് സ്റ്റീപ്പായിട്ടുള്ള ഒരു സ്ലോപ്പ് അല്ല. പക്ഷെ ഇത് കുറച്ചും കൂടെ സ്റ്റീപ്പാണ്. പിന്നെ റോഡ് അത്രയും നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള റോഡും അല്ല. ഇങ്ങനെ ലോറിയൊക്കെ വരുമ്പോൾ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇത് നാരോ റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവർടേക്ക് ചെയ്യാനും പറ്റില്ല. പിന്നെ പറഞ്ഞ പോലെ ഇച്ചിരി സ്റ്റീപ്പ് സ്ലോപ്പാണിത്. അപ്പോൾ അത് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. റോഡ് അത്രയ്ക്ക് വീതിയുള്ള റോഡൊന്നുമല്ല, ഭയങ്കര നാരോ ആണ്. മഴ വരുമ്പോഴത്തേനും ഇതൊരു പ്രശ്നമാണ്. കല്ലൊക്കെ ചിലപ്പോൾ റോഡിലോട്ടൊക്കെ വീണൊക്കെ കിടക്കും, വീഴുന്നുണ്ടാവും. അതുകൊണ്ട് മഴ സമയത്ത് ഇതുവഴി വരുന്നത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേനും ഇതുവഴി വരാതിരിക്കുന്നതാണ് ബുദ്ധി. ഓക്കെ, ഇതിൽ ടോട്ടലി 5 ഹെയർ പിന്നാണുള്ളത്. ഇതാണ് ഫസ്റ്റ് ഹെയർ പിൻ വരുന്നത്, ഹെയർ പിൻ ബെൻറ്റ്. മൊത്തം 5 എണ്ണേ ഉള്ളൂ കേട്ടോ. ഇത് ഹെയർ പിൻ നമ്പർ 2, ഹെയർ പിൻ നമ്പർ 3, ഹെയർ പിൻ നമ്പർ 4, ഹെയർ പിൻ നമ്പർ 5 ആണ്. നമ്മൾ ഫുള്ളായിട്ട് ബ്ലോക്കിൽ പെട്ടു എന്നാണ് തോന്നുന്നത്. ഗൈസ്, നമ്മൾ പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടു. പാൽച്ചുരം ബ്ലോക്കാണ്. ഇപ്പം തന്നെ ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ബ്ലോക്കായിട്ട്. ഇനി ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. ചുരം ഫുള്ളായിട്ട് ബ്ലോക്കായി കിടക്കുകയാണെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഒരു വണ്ടി പോലും ഇങ്ങോട്ട് വരുന്നില്ല. ഇവിടുന്ന് എല്ലാം ഫുള്ള് ബ്ലോക്കാണ്. ഇവിടുന്ന് തൊട്ട് മുകളിൽ ചുരം കയറി എത്തുന്നത് വരെ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ എന്താ റീസൺ എന്ന് അറിയില്ല കേട്ടോ. കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ടുമുണ്ട്. ഇത്രയും സമയം ബ്ലോക്കായ വണ്ടിയൊക്കെ പോകുന്ന കാരണം ഭയങ്കര തിരക്കാണ്. ഒത്തിരി ലോറി ഇവിടെ ബ്ലോക്കായിട്ട് കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളുടെ കാറിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി ലോറി ഉണ്ടായിരുന്നു. മുകളിൽ ബസ് കുടുങ്ങിയതാണെന്നാണ് പറയുന്നത്. അറിയില്ല, മുകളിൽ പോകുമ്പോഴത്തേനും അറിയാം എന്താണ് പ്രശ്നം എന്നുള്ളത്. ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഏകദേശം 1.5-1.25 മണിക്കൂർ ആയിന്നാണ് പറയുന്നത്. ചുരം ഫുള്ളായിട്ട് ബ്ലോക്ക് ഉണ്ടെന്ന്. കുറേ ലോറി ഉണ്ട്, കുറേ ലോറി. വീണ്ടും ബ്ലോക്കാണ്. നമ്മൾ വീണ്ടും പെട്ടു, വീണ്ടും ബ്ലോക്കാണ്. നമ്മൾ ഏകദേശം 3 മണിയാകുമ്പോഴത്തേനും ബോയ്സ് ടൗണിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ബ്ലോക്ക് ആയത് കാരണം ഇവിടെ പെട്ടിരിക്കുകയാണ്. വീണ്ടും ബ്ലോക്ക് ആയിട്ടുണ്ട്. എന്താ കാര്യമൊന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ വീണ്ടും ചെറുതായിട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല സംഭവം. പോലീസൊക്കെ ഉണ്ട്. ഈ ലോറി കുടുങ്ങിയതാണോ എന്നൊരു ഡൗട്ടുണ്ട്. പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. ഭയങ്കര നാരോ റോഡാണിത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ഇതാണൊരു പ്രശ്നം. ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ ബ്ലോക്കാണ്. ഭയങ്കര നാരോ റോഡാണ്. ഇടയിൽ ഈ ചെറിയ ഫ്ലഡൊക്കെ വന്നപ്പോഴത്തേനുമുള്ള മഴയൊക്കെ ആയ സമയത്തൊക്കെ ഉള്ള കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല. വലിയ വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇച്ചിരി വീതിയുള്ള സ്ഥലത്തേക്ക് ഒതുക്കി കൊടുത്താൽ മാത്രമേ മറ്റു വണ്ടികൾ പോകാൻ പറ്റുള്ളൂ. കാര്യം അത്രയ്ക്ക് നാരമാണ്. ചില സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര നാരമാണ്. 2 വണ്ടി തമ്മിൽ ഒരുമിച്ച് പോകത്തില്ല. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയൊരു ഡിഫക്റ്റ്. പെട്ടെന്ന് എത്തുമെങ്കിൽ കൂടി ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് ഇതാണ്. തീരെ നാരമാണ് റോഡ്സ് ഒക്കെ. ഈ ഒരു പോർഷനാണ് ഭയങ്കര നാരോ ആയിട്ടുള്ളത്. ഇത് അവിടെ ഭയങ്കര നാരോ ആണ്. ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ സീനില്ല. പക്ഷേ ഇത്രയും കഴിയണം. ഈ ഒരു സ്ഥലത്തൊക്കെ രാത്രിയൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല വ്യൂവും കൂടിയാണ്. ഇതേ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. വെൽക്കം ടു വയനാട്. ഇപ്പോഴാണ് ആക്ച്വലി നമ്മൾ വയനാട് എത്തിയത്. ഇതുവരെ കണ്ണൂരിൻ്റെ ഡിസ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വയനാട് ബോയ്സ് ടൗൺ എത്തിയിട്ടുണ്ട്. ചുരമൊക്കെ കയറി ബോയ്സ് ടൗൺ എത്തി. അപ്പോൾ ഇനിയാണ് പ്രോപ്പർ വയനാട്ടിലോട്ട്. ഇനി അടുത്ത് നമ്മൾ നേരെ മാനന്തവാടി, അവിടെ നിന്ന് നേരെ കൽപ്പറ്റയ്ക്കാണ് പോവുക. കൽപ്പറ്റയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്.
അപ്പോൾ നമ്മൾ മാനന്തവാടി എത്തിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം ഒരു വലിയൊരു ടൗണാണ്. മാനന്തവാടി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് കൽപ്പറ്റയ്ക്ക്? ഇനി ഒരു 35 കിലോമീറ്റർ ഉണ്ട് കൽപ്പറ്റയ്ക്ക്. ഇനി നമ്മൾ ഏകദേശം 4:45 ആകും അവിടെ എത്തുമ്പോഴത്തേനും, കൽപ്പറ്റ എത്തുമ്പോഴത്തേനും 4:45 ആകും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഞാനൊരു ഗീ റോസ്റ്റാണ് കഴിക്കുന്നത്, ജോ ഒരു ബിരിയാണി. അതിൽ നിന്ന് ഞാൻ കുറച്ച് ഹൈസൂറിനും കൂടി കൊടുക്കുകയാണ്. സമയം ഇത്രയായി, വല്ലാത്ത സമയമായിപ്പോയി. ആ ചെറുത്തിൽ ബ്ലോക്ക് ആയത് കാരണം ഞങ്ങൾ എത്താനും ഒത്തിരി ലേറ്റ് ആയിപ്പോയി. അങ്ങനെ ഇവിടെ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ടായിരുന്നു, അവിടെ നിന്നാട്ടോ ഫുഡ് കഴിക്കുന്നത്. ശരി, അപ്പോൾ ഇനി കൽപ്പറ്റ എത്തിയിട്ട് കാണാം. ഗൈസ്, ഫൈനലി നമ്മൾ കൽപ്പറ്റ എത്തി. സമയം ഇപ്പോൾ 5:50 ആയിട്ടോ. നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒരുപാട് മണിക്കൂറുകൾ കൂടിപ്പോയി. ഓക്കെ, എനിവേസ് കൽപ്പറ്റ എത്തി, സേഫ്ലി റീച്ച്ഡ്. ആൻഡ് ടൗൺ എത്തിയിട്ടില്ല, പക്ഷേ കൽപ്പറ്റയാണ്. ടൗൺ എത്തിയില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഗൈസ്, നമ്മൾ ഫൈനലി വീട്ടിൽ റീച്ച് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.